10 പേര് ഉണ്ടെങ്കിൽ തികഞ്ഞാൽ ടിക്കറ്റ് കൊടുക്കത്തുള്ളൂ പറയും. അവസാനം ഒരു 4 പയ്യന്മാർ സ്കൂളിൽ നിന്ന് വന്നിട്ടാണ് ഇത് തികഞ്ഞത്. അങ്ങനെയാണ് ഇത് ഷോ നടത്തിയത് തന്നെ. കഥ ഇത് തന്നെ, ആ സിഗരറ്റ് വലി, പിന്നെ കൊച്ചുങ്ങളെ തനിച്ച് വീട്ടിൽ വിറ്റാൽ എന്ത് സംഭവിക്കും, അതാണ് പുറത്തിൽ കാണിക്കുന്നത്. ഒരുപാട് കുട്ടികൾക്ക് ഫ്രീഡം കൊടുക്കാൻ പാടില്ല, അതാണ് എൻ്റെ മെയിൻ രീതി. പിള്ളേർ അച്ഛനമ്മയും വേറെ സ്ഥലത്ത് മാറി താമസിച്ചിട്ട് ഒറ്റയ്ക്ക് വിട്ടാൽ എന്ത് സംഭവിക്കുമോ, അതാണ് ആ പടത്തിൻ്റെ പ്രധാനം. ഓൺലൈൻ ക്ലാസ്സൊക്കെ നോക്കി അമ്മ വേറൊരു സ്ഥലത്ത് ജോലി, അച്ഛൻ വേറൊരു സ്ഥലത്ത്, ഇവിടെ പൂട്ടിയിട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ എമോഷനും കാര്യങ്ങളൊക്കെയാണ്. പടം കുഴപ്പമില്ല, ഒരു ആവറേജ് മൂവാൻ. പുകയിലെന്ന് പറഞ്ഞാൽ അവൻ്റെ ഈ നായകൻ സിഗരറ്റ് വലിക്കും. അപ്പോൾ അവൻ വലി നിർത്താൻ വേണ്ടി ഇവൻ മലയുടെ മുകളിൽ കയറുന്നത് അങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത്. ബോറില്ല, പടം കൊള്ളാം, കുഴപ്പമില്ല, ആവറേജ് മൂവി. കഥ ഇത് തന്നെ, ആ സിഗരറ്റ് വലി, പിന്നെ കൊച്ചുങ്ങളെ തനിച്ച് വീട്ടിൽ വിറ്റാൽ എന്ത് സംഭവിക്കും, അതാണ് പടത്തിൽ കാണിക്കുന്നത്. ആ പയ്യൻ്റെ അഭിനയം കൊല്ല, നായകൻ്റെ അഭിനയം കൊല്ല. പടം പോയി. പടം நல்லா இருக்குது. പടം ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ്, സിമ്പിൾ, ഡയറക്ഷൻ നന്നായിട്ടുണ്ട്. ചെറിയൊരു ഫാമിലിയുടെ കുട്ടികളെ കൊണ്ട് ഓമനിക്കുന്നു, വളർത്തുന്ന ആ പരിപാടികളൊക്കെയാണ്. ഒരുപാട് കുട്ടികൾക്ക് ഫ്രീഡം കൊടുക്കാൻ പാടില്ല, അതാണ് എൻ്റെ മെയിൻ രീതി. മെസ്സേജ് തന്നെയാണ്. കുട്ടികളെ കുറച്ച് ഓമനിക്കുന്നുണ്ടല്ലോ. പിന്നെ സിഗരറ്റ് വലിക്കുന്നുണ്ട്. സിഗരറ്റ് വലിച്ചിട്ട് അതിന് നമ്മൾ എത്ര കുട്ടികളെ പറഞ്ഞാലും നമ്മൾ അത് തൽക്കാലം പ്രോമിസ് ചെയ്തിട്ട് ഒഴിവാക്കും, പിന്നെയും വലിച്ചുകൊണ്ടിരിക്കും. സിഗരറ്റ് വലിയ ദുശ്ശീലത്തിന് ഒഴിവാക്കാൻ വേണ്ടി കുട്ടികൾ ചില ടെക്നിക്കുകൾ ഉപയോഗിച്ച് അത് നിർത്തുന്നതാണ് മെയിനായിട്ട് തീം. നന്നായിട്ടുണ്ടാവും. ഫാമിലി എൻ്റർടൈൻമെൻറ്റ്, നല്ല ഡയറക്ടറാണ്, അതുകൊണ്ടാണ് ആ പടം വിജയിച്ചത്. സിമ്പിളാണ് കേട്ടോ. അധികം സ്റ്റാർ വാല്യൂ ഇല്ല. ആ പടം ഒരു ഫാമിലിയുടെ കഥയാണ് പറയുന്നത്. കൂടുതൽ ചിലവൊന്നുമില്ലാതെ വളരെ നന്നായിട്ട് ഒരു എൻ്റർടൈൻമെൻറ്റാണ്, ഫാമിലി എൻ്റർടൈൻമെൻറ്റാണ്. കാണാൻ നന്നായി ചിരിക്കാം, കുറച്ച് കാര്യങ്ങളൊക്കെ. പുകവലിയെ പറ്റിയാണ് കാര്യമായിട്ട് പറയുന്നത്. പൊതുവെ ഇപ്പം നന്നായിട്ടുണ്ട്, കാണാം, ഇൻട്രസ്റ്റ് ആയിട്ട് കുറച്ച് കാണാം, ഉറപ്പില്ലാതെ കാണാം. ഡയറക്ടർ ആകുമ്പോൾ നന്നായിരിക്കും എന്ന് തോന്നില്ല. ബാലുവോ അയാളുടെ വേറെ അസിസ്റ്റൻ്റ് ആരോ ആണല്ലോ, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് അത് കാണണം തോന്നിയത്. പിന്നെ കൊള്ളായിരുന്നു, വളരെ പോസിറ്റീവ് കോമഡി ഫിലിം കുറേ നാളായിട്ടൊക്കെ കാണുന്നത്. മലയാളത്തിലും ട്രെൻഡ് ഇപ്പോഴും കോമഡി തന്നെ മാറിയിട്ടില്ല, അതാണ് മറ്റ് സിനിമകളൊക്കെ പരാജയപ്പെടുന്നത്. സ്മോക്കിംഗ് കിൽസ്, സ്മോക്കിംഗ് കോസസ് ക്യാൻസർ എന്നുള്ള മെസ്സേജ് നല്ല കഥയായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് മലയാളത്തിലുള്ളവർക്കും തമിഴ് കുറേ മനസ്സിലാവുമല്ലോ. കുറേ നാൾക്ക് ശേഷം ഇങ്ങനെയാണ് ഒരു നല്ല റിലാക്സിങ് ആയിട്ടുള്ളൊരു കോമഡി ഫിലിം കാണുന്നത്. വയലൻസാണ് കൂടുതലും വന്നുകൊണ്ടിരുന്നത്. ഓവറോൾ വളരെ നല്ല ഡയറക്ഷനാണ്, പാട്ടും കൊള്ളാം, പിന്നെ കുറേ നല്ല ഏരിയൽ ഷോട്ട്സൊക്കെ ഉണ്ട്, അത് വളരെ നല്ലതായിരുന്നു. അല്ല, യൂത്ത് ഏറ്റെടുക്കുന്നത് അവസാനം 10 പേര് ഉണ്ടെങ്കിൽ തികഞ്ഞാൽ ടിക്കറ്റ് കൊടുക്കത്തുള്ളൂ പറയും. അവസാനം ഒരു 4 പയ്യന്മാർ സ്കൂളിൽ നിന്ന് വന്നിട്ടാണ് ഇത് തികഞ്ഞത്. അങ്ങനെയാണ് ഇത് ഷോ നടത്തിയത് തന്നെ. എന്ന് പറഞ്ഞാൽ ഇന്ന് തന്നെ ഞാനൊരു ഫിലിം ഡയറക്ടറിനോട് സംസാരിച്ചു, രഞ്ജിത്ത്, നേരെ അറിഞ്ഞും നേരത്തെന്ന് പറഞ്ഞാൽ അതും ഓടിയില്ല വലിയതായിട്ട്. അപ്പോൾ പുള്ളിയും ഞാനും പറയായിരുന്നു, മോഹൻലാലേട്ടൻ്റെ ബറോസ് എന്ന് പറയുന്ന സിനിമ പോലും നല്ലതായിട്ട് ആദ്യമായിട്ടൊരു 3D കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ആനിമേഷൻ്റെയൊക്കെ ചെയ്ത്. ഞാൻ കേരളത്തിലായത്ത് തന്നെ 3D കമ്പ്യൂട്ടർ ആനിമേഷൻ ചെയ്ത ആളായിരുന്നു വെട്രവാണ്ടത്ത്. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് മോഹൻലാലായിട്ട് അങ്ങനെ ഒരു സിനിമ എടുത്തത്. ഇച്ചിരി ദിവസം ഓടിയെന്ന് തോന്നുന്നില്ല ബറോസ്, അതല്ലാതെ വലിയതായിട്ട്. അത് മറ്റേ ഫോറിൻ ഇപ്പോൾ തന്നെ ഉണ്ടല്ലോ, ജുറാസിക് പാർക്ക് ഇപ്പോൾ ഓടുന്നുണ്ട്, അതിന് ടിക്കറ്റ് എടുക്കുന്നുണ്ട് ആൾക്കാർക്ക്. ജുറാസിക് വേൾഡ് അതൊക്കെ സ്ലിക്ട്ലി പ്രൊഡ്യൂസ്ഡ് ഫോറിൻ ആനിമേഷനാണ്. ഇന്ത്യയിൽ ഇതുവരെ നല്ല ക്വാളിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നല്ലതായിട്ട് വിദേശങ്ങളിൽ ഇപ്പോൾ അമേരിക്കയിലൊക്കെ ഇംഗ്ലീഷ് സിനിമയിൽ നടന്മാരെ വെച്ചുള്ള സിനിമകളെക്കാളും കൂടുതൽ $1 ബില്യൺ കളക്ട് ചെയ്യുന്നത് 8,000 കോടി ക്ലബ്ബാണ്. ഇവിടെ 100 കോടി ക്ലബ്ബ് അടിച്ചാൽ എന്തോ ഭയങ്കര പോലെ. 8,000 കോടി ക്ലബ്ബ് അടിക്കുന്ന മുഴുവൻ ആനിമേഷൻ സിനിമകളാണ്, നടന്മാരില്ലാതെ അവരുടെ വോയിസ് കൊടുക്കും, അങ്ങനെയുള്ള. അപ്പോൾ ഇവിടെയും സാധ്യതയുണ്ട് അനിമേഷന്. അത് നല്ല പ്രൊഡക്ഷൻ ക്വാളിറ്റി ആയിട്ട് ചെയ്താൽ ഇവിടെ ഓടേണ്ടതാണ്. കുറച്ച് ദിവസത്തേക്ക് ഇതൊക്കെ ലോ കോസ്റ്റായിട്ട് ചെയ്യുന്നില്ല, അപ്പം അതുകൊണ്ട് അവർക്ക് വലിയ നഷ്ടമൊന്നുമില്ല. വലിയ താരമൂല്യമൊന്നും ഇല്ലാത്തവർ ചെയ്യുന്നതുകൊണ്ട് വലിയ നഷ്ടമൊന്നുമില്ല.